ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അച്ചാറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഇവനാണ് താരം. ചാമ്പയ്ക്ക കൊണ്ട് ആണ് ഞാനിന്ന് അച്ചാറുണ്ടാക്കുന്നത്. ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ചാമ്പയ്ക്ക കൊണ്ടുള്ള അച്ചാർ? ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണ് ചാമ്പയ്ക്ക അച്ചാർ. അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കുടം വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, ഒരു 4-5 കഷ്ണം ചുവന്നുള്ളിയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാമ്പയ്ക്കയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാവേ. ചാമ്പയ്ക്കയെല്ലാം ഒന്ന് കഴുകി വൃത്തിയായിട്ടെടുത്ത് അതിനുള്ളിൽ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ചാമ്പയ്ക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്കയിലേക്ക് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി വെക്കാവേ. ഇനി ഒരു ചട്ടി എടുത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി എണ്ണയിലത് നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം തിരുമ്മി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കി ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.